UDF നല്ല തിളക്കമാർന്ന രീതിയിലാണ് മുന്നേറിയിട്ടുള്ളത്. ഏതാണ്ട് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ഇതൊരു ചരിത്ര വിജയം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ നിലമ്പൂരെന്ന് പറയുന്നത് പഴയ നിലമ്പൂരല്ല. UDFൻ്റെ ഏറ്റവും കരുത്തുള്ള 3 പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിലമ്പൂരിൽ 2011 ശ്രീ ആര്യാടൻ മുഹമ്മദ് തന്നെ 5,600 വോട്ടിന് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ 10,000-ൽ കൂടുതൽ വോട്ട് ലഭിച്ചുകൊണ്ടുള്ള ഈ വിജയം, ലീഡ് കൊണ്ടുള്ള ഈ വിജയം ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് റെക്കോർഡുകളെയും അതിജീവിച്ച വിജയമാണ്. മുമ്പ് നടന്ന 969 കോൺഗ്രസിലെ പിളർപ്പിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ പോലും അന്ന് 5,000 വോട്ടിനെ ജയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കാലം മാറി, നിയോജകമണ്ഡലത്തിൻ്റെ സ്ട്രക്ചർ മാറിയിട്ടും നല്ലൊരു വിജയം UDFന് സമ്മാനിച്ചതിൻ്റെ പ്രധാന കാരണം ഒന്ന്, UDF ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം, പാർട്ടിയും മുന്നണിയും ഒരു മനസ്സോടുകൂടെ പ്രവർത്തിച്ചാൽ തിളക്കമാർന്ന വിജയം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം നിലമ്പൂരെന്ന് പറയുന്നത് പാലക്കാട് പോലെയോ തൃക്കാക്കര പോലെയോ അല്ല. ഇന്നത്തെ നിലമ്പൂർ 50-50 ചാൻസുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അവിടെയാണ് ഇത്രയും വോട്ടിന് UDFന് ജയിക്കാൻ കഴിയും. മാത്രമല്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലും നല്ല മുന്നേറ്റമാണ് UDF ഉണ്ടായത്. പോത്തുകൽ പഞ്ചായത്ത് LDFന് മുൻതൂക്കമുള്ള പഞ്ചായത്താണ്, സ്വരാജിൻ്റെ സ്വന്തം നാടാണ്. അപ്പോൾ ഇത്തവണ മറ്റൊരു കാര്യം കൂടിയുള്ളത്, സ്വരാജിന് ശ്രീരാമകൃഷ്ണൻ്റെ വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ട് സ്വരാജിന് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ അന്ന് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു, സ്വരാജ് എന്ന് പറയുമ്പോൾ ഒരു ഊതി ഉറപ്പിച്ചൊരു ബലൂണായിരുന്നു.